ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീക്കെൻഡ് ഒന്നും അല്ല, ഞാൻ ഒന്ന് തിരുവനന്തപുരത്തോട്ട് വന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനി കുറേ ദിവസം തൃശ്ശൂരായിരിക്കുന്നു. പക്ഷേ ഇടയ്ക്കൊരു 2 ദിവസത്തേക്ക് ഞാനിപ്പോൾ തിരുവനന്തപുരത്തോട്ട് വന്നേക്കാണ്. ഒരാഴ്ചയായിട്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കുറച്ച് സാഹചര്യങ്ങൾ കാരണം. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോസ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലെത്തിയതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്. ആ റീസണൊക്കെ ഞാൻ വഴിയേ തന്നെ പറയാം. ഇപ്പം നമുക്ക് ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്നലെ ആറാട്ടുപുഴ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൽ ഉത്സവം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 2-2:30 ആയപ്പോഴാണ് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി ട്രിവാൻഡ്രത്തെത്തി. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 11:52 ആയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. ഇന്നലെ ഇട്ട് അതേ മേക്കപ്പോടുകൂടി തന്നെ ഇന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരട്ടെ, എന്നിട്ട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറയാം. ആ ഒരു സമയം കൊണ്ട് ഇന്നലത്തെ ആറാട്ടുപുഴ അമ്പലത്തിലെ ഉത്സവ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വായോ. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മളിപ്പം ആറാട്ടുപുഴ അമ്പലത്തിലെ ഉത്സവം കാണാനായിട്ട് പോവാം. നമ്മളല്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. ഞാൻ നാളെ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നുണ്ട്. 4:15 ട്രെയിൻ. അപ്പം നമുക്ക് വേഗം തന്നെ പോയിട്ട് വരാം. സോ നമുക്ക് ആറാട്ടുപുഴ അമ്പലത്തിലെ ഉത്സവ വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ അമ്പലത്തിൻ്റെ ആ ഒരു റോഡ് വഴി കാറിൽ പോയിട്ടുണ്ട്, അപ്പം കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകാനായിട്ട് പോകുന്നത്. ഇത്രയും ദൂരം മാത്രമേ കാറ് പോകത്തുള്ളൂ. ഇനി നമ്മൾ ഇറങ്ങി നടക്കണം. നടക്കാനെന്ന് വെച്ചാൽ ഒത്തിരി ദൂരമുണ്ട്. ഈ പോകുന്ന ആളുകളെല്ലാവരും ആ ഒരു ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. അപ്പം നമ്മൾ നടന്നിപ്പം മന്ദാരക്കടവ് പാലത്തിലെത്തിയിട്ടുണ്ട്. ഈ പാലം ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴാണ് ആ ഒരു പൂരം നടക്കുന്ന ആ ഒരു സ്പേസിലോട്ട് എത്തുന്നത്. അങ്ങനെ ആറാട്ടുപുഴ നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതുപോലെ തന്നെ നല്ല രീതിക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അവിടെ പൂരം നടക്കുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആനയൊക്കെ നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റിംഗ് ഒക്കെ പറയാൻ ഒരു രക്ഷയില്ല, അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും തിരക്കുള്ള ഒരു ഉത്സവം കാണുന്നത്. നമ്മുടെ 4 സൈഡും ആന ഇങ്ങനെ റോ ആയിട്ട് നിരന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം മാത്രമേ ഞങ്ങൾക്ക് പൂരം കാണാനായിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതിലെനിക്ക് നല്ല രീതിക്ക് സങ്കടമുണ്ട്. ഈ കാണുന്ന ആളുകളൊക്കെ നാളത്തെ പകൽപൂരം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാട്ടോ. അവരവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ആനേനെയും കൂടെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് രാവിലെ ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് കുറച്ച് മാത്രം കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് പോകുന്നത്. എനിക്ക് നല്ല രീതിക്ക് വിഷമമുണ്ടായി നേരെ തിരിച്ച് പോയപ്പോൾ. സോ അതൊക്കെ ആട്ടോ ആറാട്ടുപുഴ അമ്പലത്തിലെ ഉത്സവ വിശേഷങ്ങൾ. എനിക്ക് കുറച്ച് മാത്രമേ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കാരണം 10 മണിക്ക് ശേഷമാണ് നമ്മൾ പോയത്. അതുപോലെ തന്നെ ട്രെയിനിന് സമയമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. എന്തായാലും കണ്ടതത്രയും ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. അതുപോലെ തന്നെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഈ ഒരു ഉത്സവത്തിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കാണാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ. ഞാനത് വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇനി വേണം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇപ്പം തന്നെ 12:30 സമയമൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ ആദ്യം വന്ന പാടെ തന്നെ നോക്കിയത് എൻ്റെ ടെറസിലിരിക്കുന്ന ചെടികളാട്ടോ. ഒന്നിനും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. അമ്മ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ പെൻഷൻ ആവുകയാണ്. ഇന്ന് മാർച്ച് 31 ആട്ടോ. അതുകൊണ്ട് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, മലയാളം ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിൽ എല്ലാവരും അമ്മേനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവിടുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, സർവീസിലെ ലാസ്റ്റ് ഡേ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് ഇവിടുന്ന് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയാട്ടോ കൊടുക്കുന്ന ഒരു പുള്ളി വന്നിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികൾ താഴെ നടക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ താഴോട്ട് ഇറങ്ങില്ല. വന്ന പാടെ ഞാൻ ഒരു ഇൻട്രോയൊക്കെ എടുത്തിട്ട് കുളിക്കാനായിട്ട് കയറി. അപ്പോൾ ഇനി വേണം ഒന്ന് താഴോട്ട് പോകാൻ. താഴോട്ട് പോയി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എനിക്ക് വിശന്നിട്ട് എന്താ പറയുക, കുളിച്ചപ്പം ഒരു പകുതി ആശ്വാസം കിട്ടി. ഫുഡ് കൂടെ കഴിക്കുമ്പോൾ ബാക്കി ആശ്വാസം കൂടെ കിട്ടും. സോ നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഓരോരോ വിശേഷങ്ങളായിട്ട് കാണാം.
അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടായിരുന്നത് ഉപ്പുമാവ് കേട്ടോ. ക്യാരറ്റൊക്കെ ഇട്ട് ഉപ്പുമാവ്, കൂട്ടത്തിൽ കടലയും ഗ്രീൻ പീസൊക്കെ ഇട്ട് ഒരു കുട്ടി ഗ്രേവി കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് അവിടെ ബാക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേഗം പോയി ആ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ട് വരാം. ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് പാത്രങ്ങളെല്ലാം ഇവിടെ സെറ്റായിട്ട് അടുപ്പിൽ കയറിയിട്ടുണ്ട്. പാത്രങ്ങൾ മാത്രമല്ല, ബാക്കി ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. എണ്ണയുണ്ട്, ചില്ലി പൗഡർ ഉണ്ട്, അത് സാധാ ചില്ലി പൗഡർ ഉണ്ട്, കാശ്മീരി ചില്ലി ഉണ്ട്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്. ഈ ഇരിക്കുന്നത് ജിഞ്ചർ ഗാർലിക്കും പിന്നെ പച്ചമുളകില്ലേ, ഇത് മൂന്നും കൂടെ നല്ല രീതിക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത സംഭവം ഇതുകൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ ഫ്രൈയുടെ മസാലയാട്ടോ. ആദ്യം തന്നെ ചിക്കൻ നല്ല രീതിക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പാത്രത്തിലോട്ട് മിക്സ് ചെയ്യാനായിട്ട് ഇടാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പൊടികളാണ് ഇടാൻ പോകുന്നത്. മുളക് പൊടി, കോൺഫ്ലോർ, ഇപ്പോൾ ഒഴിക്കുന്നത് വിനാഗിരി ആട്ടോ. പിന്നെ ഇനി ഇടാൻ പോകുന്നത് ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇടുന്നത് ഉപ്പാണ്. ഉപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ മസാല, ഇതെല്ലാം ഈസ്റ്റേൺ ചിക്കൻ മസാലയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ചിക്കൻ മസാല ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും അളവ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ ഇട്ടത് ചില്ലി ഫ്ലേക്സ് ആട്ടോ. ചില്ലി ഫ്ലേക്സ് 2 കവർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നല്ലൊരു ഡാർക്ക് റെഡ് കളറിലത് ഈ കളറിലാണ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ വെറുതെ ക്യാമറയും വെച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം പുള്ളിയാണെങ്കിൽ എനിക്ക് മുളകിൻ്റെ ആ ഒരു ഞട്ടുണ്ടല്ലോ, അതൊന്ന് എടുക്കുന്ന പണി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ വീഡിയോ എടുത്ത് വീടിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തീയൊക്കെ നല്ല രീതിക്ക് കത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ആട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. കാരണം ഫ്രൈഡ് മസാലയൊക്കെ ഒന്ന് ഇരുന്നോട്ടെ. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ ആ ഒരു സമയം കൊണ്ട്, ഞാൻ അവിടെ അകത്തായിരുന്ന സമയം കൊണ്ട് പുള്ളിയെല്ലാം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ ശരിയാക്കി കൊടുത്ത മുളക് കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിക്കൊന്ന് ഇതിനെ ഇളക്കി മറിക്കുന്നതാണ് കേട്ടോ അടുത്ത പരിപാടി. അത് ഓരോ സൈഡിൽ നിന്ന് ഇളക്കണം. അതുപോലെ തന്നെ ഈ ഇടുന്നത് രമ്പയില കേട്ടോ. ഇനിയാണ് നമ്മൾ ഇളക്കാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ നല്ല രീതിക്ക് ഇളക്കുന്നുണ്ട്. ഇത് ഒരു റൗണ്ട് ഇങ്ങനെ നിന്ന് ഇളക്കണം. നല്ല രസം കേട്ടോ അത് കാണാൻ രസമാണെങ്കിലും ചെയ്യാൻ പാടായിരിക്കും. അതിനുശേഷം അത് നല്ലോണം മൂടി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ പൊട്ടിച്ചൊഴിക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ നല്ല ചൂട് കാരണം എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കുന്നത്. കൂട്ടത്തിൽ ഇവിടെ സാലഡും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയുടെയും ചിക്കൻ ഫ്രൈയുടെയും അത്രയും വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ടും ആ ഒരു അടുപ്പിൻ്റെ സൈഡിലുള്ള ചൂട് കൊണ്ടും എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ബാക്കി ഇനി പൊടികളിടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചിക്കൻ കറിയിൽ ആ സവാളയും എന്താ പറയുക ചിക്കനും ഒക്കെ സാധനങ്ങൾ ഒരുമിച്ച് ഇട്ടതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ്. അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ ഇനി അടുത്ത് കാണിച്ചു തരാം. ഞാനിനി കുറച്ച് നേരം ഒന്ന് നടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എണീറ്റിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഉറങ്ങാനായിട്ടാണ് കിടന്നതെങ്കിലും ആ ഒരു സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പും മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ തന്നു. സാമ്പിൾ തന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റ്. അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ കളഞ്ഞ് നേരെ കുറച്ച് ചിക്കൻ ഫ്രൈ പറക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈ കുറച്ച് ഞാൻ എടുത്ത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ പീസ് കടിക്കുമ്പോഴും നമുക്ക് ആ ഓരോ മസാലയുടെ ടേസ്റ്റ് എടുത്ത് തന്നെ അറിയാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു. ചൂടാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് കുത്തി കയറ്റുന്നുണ്ട്. ലാസ്റ്റ് അതിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇങ്ങനെ വറുത്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ചോറും കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മീനൊക്കെ മാറ്റി വെച്ച് ഞാൻ ചിക്കൻ ഫ്രൈ ആണെന്ന് എടുത്ത് കഴിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവർ വരാനൊക്കെ സമയമാകുന്നതേ ഉള്ളൂ, പക്ഷേ ഞാൻ നേരത്തെ തന്നെ ഒന്ന് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അതാകുമ്പം ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഹറിബറിയായിട്ട് റെഡി ആവുന്നത് ഒഴിവാക്കാമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഐസ്ക്രീം വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു ഐസ്ക്രീം കൂടെ കഴിച്ചാലോ എന്ന രീതിയിൽ ഞാനൊരു ഐസ്ക്രീമും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം. ഈ ഒരു ചൂട് കാലത്ത് ഐസ്ക്രീം കഴിക്കാനായിട്ട് നല്ല രസമാണല്ലോ. അതിന് ശേഷം നമ്മൾ ഓരോ സംഭവങ്ങളായിട്ട് റെഡിയാക്കി വെക്കുകയാണ്. ആദ്യം തന്നെ തണ്ണിമത്തനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാനല്ല, നമ്മുടെ ഷെഫ് തന്നെയാണ് മുറിച്ചിട്ടുള്ളത്. ഇന്ന് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് പൊറോട്ടയും അതുപോലെ തന്നെ പത്തിരി ആട്ടോ ഉള്ളത്. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളും കസേര എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫുഡും ബാക്കി പരിപാടികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വന്നതിന് ശേഷം കാണാം. അങ്ങനെ വന്നവർ
അവരെല്ലാം പോയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ പെരട്ടൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. സോ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഒത്തിരി ടീച്ചേഴ്സും സാറൊക്കെ ഉണ്ടായിരുന്നു എന്നെ +2 പഠിപ്പിച്ച, +1 +2 പഠിപ്പിച്ചിരുന്ന ഒത്തിരി ടീച്ചേഴ്സിന്. എനിക്ക് തോന്നുന്നു +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണുന്നത്. ഭയങ്കര സന്തോഷമായി. ആ ഒരു സന്തോഷം എത്രമാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ ഒരുപാട് വർഷത്തിന് ശേഷം കാണാമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് വീഡിയോസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. കുട്ടി വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.